പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാൻ വിശദമായി അരമണിക്കൂറിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. സെമി ഹൈസ്പീഡ് റെയിൽപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. 2100 കോടി സംസ്ഥാന വിഹിതം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് അനുമതി. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം, നീതി ആയോഗ് എന്നിവയുടെ അനുമതി ലഭിച്ചതോടെയാണ് തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. തിരുവനന്തപുരം തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്കിൽ വാക്സിൻ ഉൽപാദന യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനം. ഡോക്ടർ എസ് ചിത്ര IAS വാക്സിൻ നിർമ്മാണ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായി നിയമിച്ചു. കമ്പനികളുമായി ചർച്ചകൾ ആരംഭിക്കുന്നതിനും പെട്ടെന്ന് തന്നെ വാക്സിൻ ഉൽപാദനം സാധ്യമാക്കുന്നതിനും വർക്കിംഗ് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്തെ 27 താൽക്കാലിക ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളെ സ്ഥിരം കോടതികളാക്കും. 10 വീതം പുതിയ തസ്തിക. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അഡീഷണൽ സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായി അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസിനെയും സ്റ്റേറ്റ് അറ്റോർണിയായി അഡ്വക്കേറ്റ് N മനോജ് കുമാറിനെയും നിയമിച്ചു. മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണം തടയണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. പുറത്തുവന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് സർക്കാർ. വനം വകുപ്പിന്റെ അന്വേഷണം മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമെന്ന വാദത്തിന് അംഗീകാരം. അനുമതി നൽകിയ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയെടുത്തെന്ന് കോടതി. എന്തടിസ്ഥാനത്തിലാണ് മരം മുറിക്കാൻ ഉദ്യോഗസ്ഥർ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും കോടതി. വയനാട് മുട്ടിൽ മരം കൊള്ളയ്ക്ക് ശേഷം വനം വകുപ്പ് കണ്ടെത്തലുകൾ അട്ടിമറിക്കാൻ മുഖ്യപ്രതി റോജി അഗസ്റ്റിൻ വ്യാജരേഖകൾ ചമച്ചു. അനുമതി അപേക്ഷയുടെ തീയതിയിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ സീനിയർ സൂപ്രണ്ടിന്റെ സഹായത്തോടെ മാറ്റം വരുത്തി. ഫോറം 4ന്റെ ഡ്യൂപ്ലിക്കേറ്റിൽ ഫെബ്രുവരി 6 തീയതിയിട്ട് ഫെബ്രുവരി 9 സൗത്ത് വയനാട് DF ഓഫീസിൽ സമർപ്പിക്കുകയും സീനിയർ സൂപ്രണ്ടിൽ നിന്നും ഇനീഷ്യൽ ചെയ്യിപ്പിച്ച് റെസീറ്റ് വാങ്ങുകയും ചെയ്തു. ഓർമ്മപ്പിശക് കാരണം തീയതി ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നായിരുന്നു പിന്നീട് അന്വേഷണ സംഘത്തോട് സീനിയർ സൂപ്രണ്ടിന്റെ മൊഴി. കോഴിക്കോട് ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO ധനേഷ് കുമാറിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് 24. മുട്ടിൽ മരമുറയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. പെരുമ്പാവൂരിലേക്ക് തടി കടത്തിയ ലോറി വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. മുട്ടിൽ സൗത്ത് വില്ലേജിലെ റവന്യൂ പട്ടയ ഭൂമിയിൽ നിന്നും അനധികൃതമായി മുറിച്ചു മാറ്റിയ ഈട്ടിത്തടികൾ കഴിഞ്ഞ ഫെബ്രുവരി 3 പെരുമ്പാവൂരിലേക്ക് കടത്തിയത്. 13 ഈട്ടിത്തടികളുള്ള ഒരു ലോഡാണ് വയനാട്ടിൽ നിന്നും അതിർത്തി കടന്നത്. മരങ്ങൾ മുറിച്ച സ്ഥലങ്ങളിൽ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. മുഖ്യപ്രതികൾ ആദിവാസികൾ ഉൾപ്പെടെ കബളിപ്പിച്ച് മരം മുറിച്ചെന്ന പരാതിയിലും അന്വേഷണം. മരമുറയിൽ പ്രതിയായ ആളുടെ ഉടമസ്ഥതയിലുള്ള മാംഗോ ഫോൺ ഉദ്ഘാടനം ചെയ്തുവെന്ന് PT തോമസ് ആരോപിച്ച മുഖ്യമന്ത്രി താനല്ലെന്ന് പിണറായി വിജയൻ. തട്ടിപ്പുകാരുടെ സ്വാധീനത്തിന്റെ വലയ്ക്കുള്ളിൽ നിൽക്കുന്നത് താനല്ല. സഭയെ തെറ്റിദ്ധരിപ്പിച്ച PT തോമസ് സാധാരണഗതിയിൽ മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി. അറസ്റ്റിലാവേണ്ട തരം പ്രതികളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നതാണ്. ഇത് സത്യമല്ല സർ. 2016 ഫെബ്രുവരി 29 മാംഗോ ഫോൺ കമ്പനി ഉടമകൾ അറസ്റ്റിലായത്. ഞാൻ അന്ന് മുഖ്യമന്ത്രിയേ അല്ല. അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നുവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ സർ. ഏതായാലും ആ തട്ടിപ്പുകാരുടെ സ്വാധീനത്തിൻ്റെ വലക്കുള്ളിൽ നിൽക്കുന്നത് ഞാനല്ല, ഇന്നത്തെ മുഖ്യമന്ത്രിയല്ല. സഭാതലത്തെ ആ വിധത്തിൽ ദുരുപയോഗിച്ചതിന് സഭയോട് ആ അംഗം സാധാരണയിൽ മാപ്പ് പറയുകയാണ് വേണ്ടത്. ഇടുക്കി നെടുങ്കണ്ടത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ മരങ്ങൾ മുറിച്ച പൊതുമരാമത്ത് വകുപ്പ്. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചതെന്ന് വിശദീകരണം. 50ഓളം മരങ്ങളാണ് പൊതുമരാമത്ത് മുറിച്ചു നിൽക്കിയത്. അനുമതിയില്ലാതെയാണ് മരങ്ങൾ മുറിച്ചതെന്ന് ഉടുമ്പൻചോല തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കളക്ടർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിന് പ്രകാരം എന്നോടൊരു 10 മരത്തെക്കുറിച്ച് പരിശോധിക്കാനായിട്ട് കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ പോയി പരിശോധിച്ചു. പക്ഷേ ഞങ്ങൾ ചെന്ന അന്ന് തന്നെ വൈകിട്ട് മരം മുറിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഉടുമ്പൻചോല വനംവകുപ്പ് സെക്ഷന്റെ കീഴിൽ നിന്നും 18 മരങ്ങളും ശാന്തൻപാറ വനംവകുപ്പ് സെക്ഷന്റെ കീഴിൽ നിന്നും 32 മരങ്ങളും മുറിച്ചിട്ടുണ്ടെന്ന് വനംവകുപ്പ്. ചന്ദന, വയമ്പ്, വേങ്ങ, മൈലവട്ട എന്നീ മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. മുറിച്ച മരങ്ങളുടെ വിവരങ്ങൾ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശേഖരിച്ചു തുടങ്ങി. മരങ്ങൾ ജില്ലയ്ക്ക് പുറത്തെത്തിച്ച് അറുത്ത് തടി ഉരുപ്പടികളാക്കിയെന്നാണ് സൂചന. സംസ്ഥാന BJPയിൽ ഭിന്നത രൂക്ഷം. വിവാദങ്ങളിൽ K സുരേന്ദ്രനെ പ്രതിരോധിക്കേണ്ടി വന്നതിൽ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ച് മുരളീധര വിരുദ്ധ പക്ഷം. K സുരേന്ദ്രനെതിരെ നടപടി ഉറപ്പാക്കണമെന്ന് നേതാക്കൾ. K സുരേന്ദ്രനെ പിന്തുണച്ച് BJP സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയേണ്ടെന്ന് JP നദ്ദയ്ക്ക് റിപ്പോർട്ട്. K സുരേന്ദ്രൻ ഉടൻ JP നദ്ദയെ കാണും. തെരഞ്ഞെടുപ്പ് തോൽവി, ഫണ്ട് വിതരണത്തിലെ ക്രമക്കേട്, കൊടകര കുഴൽപ്പണ കവർച്ചാ കേസ് ഉൾപ്പെടെയുള്ള
വിഷയങ്ങളിൽ കെ സുരേന്ദ്രനിൽ നിന്നും വിശദീകരണം തേടും. പാർട്ടി പുനഃസംഘടന ഉറപ്പായെങ്കിലും ഉടൻ നേതൃമാറ്റം ഉണ്ടാകില്ല. കൊടകര കേസിൽ ധർമ്മരാജന്റെ ഹർജി കോടതി മടക്കി. നടപടി ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേത്. അന്വേഷണ സംഘം കണ്ടെത്തിയ പണവും വാഹനവും തിരികെ വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ധർമ്മരാജൻ, പരാതിക്കാരനായ ഷംജീർ, സുനിൽ നായിക് എന്നിവർ ഒരുമിച്ച് ഒറ്റ ഹർജിയായാണ് കോടതിയെ സമീപിച്ചത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും 3 പേരും വ്യത്യസ്ത ഹർജികൾ നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. പിഴവുകൾ പരിഹരിച്ച ശേഷം ഹർജി വീണ്ടും നൽകാമെന്നും കോടതി വ്യക്തമാക്കി. പോലീസിന് ധർമ്മരാജൻ നൽകിയ മൊഴിയും കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ്. ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഉല്ലാസ് ബാബുവിനെ നാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. വടക്കാഞ്ചേരിയിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു ഉല്ലാസ് ബാബു. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ BJP നേതാക്കൾക്കെതിരായ ആരോപണങ്ങളെ പ്രതിരോധിച്ച് MT രമേശ്. പോലീസിനെയും മാധ്യമങ്ങളെയും ഉപയോഗിച്ച് സർക്കാർ BJPയെ വേട്ടയാടുന്നുവെന്ന ആരോപണം. BJPക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ആവശ്യം. കേസ് അന്വേഷിക്കുന്ന SP പൂങ്കുലരി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ BJPയെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നില്ലെന്നും MT രമേശ്. ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ആസൂത്രിതമായ വേട്ടയാടലും അപവാദ പ്രചരണവും ഒരു വലിയ ഗൂഢാലോചനയാണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. BJP കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കുഴൽപ്പണം ഉപയോഗിച്ചു എന്ന് ആഭ്യന്തര വകുപ്പിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും ചുമതലയുള്ള മുഖ്യമന്ത്രി എന്ത് വസ്തുതകളുടെയും വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വിളിച്ചു പറയാൻ വേണ്ടി തയ്യാറായത്? പോലീസ് നടപടികൾക്കെതിരെ പരാതിയുമായി BJP നേതാക്കൾ ഗവർണറെ കണ്ടു. സംസ്ഥാന വ്യാപകമായി BJP നാളെ സമരജ്വാല സംഘടിപ്പിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിയായ മഞ്ചേശ്വരത്തെ കോഴക്കേസിൽ പരാതിക്കാരനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VV രമേശിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചെന്ന കെ സുന്ദരയുടെ പോലീസ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയേക്കും. കെ സുന്ദരയുടെ മൊഴി ക്രൈംബ്രാഞ്ച് വീണ്ടും രേഖപ്പെടുത്തും. BJP പ്രാദേശിക നേതാക്കളെ കൂടി കേസിൽ പ്രതി ചേർക്കും. കൊടകര കള്ളപ്പണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് RSSലും പ്രതിസന്ധി. വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന മുതിർന്ന RSS നേതാക്കൾ രംഗത്തെത്തി. ധർമ്മരാജൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്ന് നേതാക്കൾക്ക് അറിയാമായിരുന്നിട്ടും പണമേൽപ്പിച്ചത് ഗുരുതര വീഴ്ചയെന്നാണ് പരാതി. RSS കൂടി നിയന്ത്രിച്ച തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രവർത്തകരോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്നും ഹെലികോപ്റ്ററിലും കാറിലും പോകുന്ന നേതാക്കൾക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നില്ലെന്നും വിമർശനം. ലോക്ഡൌണിന് ശേഷം അടിയന്തര യോഗം വിളിക്കണമെന്ന ആവശ്യം ശക്തമായി. സംസ്ഥാനത്ത് 16,204 പുതിയ കോവിഡ് ബാധിതർ, 156 മരണം കൂടി സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.09%. 20,237 പേർക്ക് രോഗമുക്തി. കഴിഞ്ഞ ഒരാഴ്ചയായി 14% തുടരുന്ന TPR താഴ്ത്താനാകാത്തത് വെല്ലുവിളിയാണ്. എറണാകുളത്താണ് ഇന്ന് രോഗബാധിത കൂടുതൽ. 2,059 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 15,048 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1,39,064 പേർ നിലവിൽ നിരീക്ഷണത്തിലുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണം കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി. വിവാഹ ചടങ്ങുകളിൽ ആളെണ്ണം നിയന്ത്രിക്കും. ഹോട്ടലുകളിൽ ശനി ഞായർ ദിവസങ്ങളിൽ പാഴ്സൽ അനുവദിക്കില്ല. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 2ാം ദിവസവും 1 ലക്ഷത്തിൽ താഴെ. 24 മണിക്കൂറിനിടെ 92,596 പുതിയ രോഗികളും 2,219 മരണവും. രോഗമുക്തി നിരക്ക് 95%-ത്തിനടുത്താണ്. കോവിഡ് വ്യാപനം കുറയുന്നുണ്ടെങ്കിലും ജാഗ്രത കൈവിടാൻ പാടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 2 മാസം കൂടി വലിയ ഒത്തുചേരലുകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. 1.33 കോടിക്ക് മേൽ ഡോസ് വാക്സിൻ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കൈവശമുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 3 ലക്ഷം ഡോസ് വാക്സിൻ 3 ദിവസത്തിനുള്ളിൽ ലഭ്യമാകും. കോവിഡ് 3ാം തരംഗ ഭീഷണി നേരിടാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല അവലോകന യോഗം ചേരും. കോവിഡ് പശ്ചാത്തലത്തിൽ MLA-മാരുടെ ആസ്തി വികസന ഫണ്ട് വെട്ടിക്കുറച്ചു. ഇക്കൊല്ലം 1 കോടി രൂപ മാത്രം. 4 കോടി കോവിഡ് പ്രതിരോധത്തിന് മാറ്റിവെക്കും. പിടിക്കുന്ന തുക അതത് മണ്ഡലങ്ങളിൽ കോവിഡ് പ്രതിരോധത്തിന് ചെലവഴിച്ചുകൂടെ എന്ന പ്രതിപക്ഷത്തെ MLA-മാരുടെ ചോദ്യത്തിന് മറുപടി നൽകിയത് മുഖ്യമന്ത്രി. അതൊരു തർക്ക വിഷയമാക്കി മാറ്റേണ്ട കാര്യമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, കാര്യങ്ങൾ 5 കിട്ടിയാലും അതും പോരാതെ വരും MLA-മാരുടെ ആവശ്യത്തിന്. പക്ഷേ ഇന്നത്തെ ഒരു സ്ഥിതി വെച്ച് 4 കോടി അതിൽ നിന്ന് എടുക്കുകയാണ്. 1 കോടി ഈ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ MLA-മാർ ചെലവഴിക്കുന്നതിന് വേണ്ടി ബാക്കിയുണ്ടാവും. ആ നിലയെടുക്കും.
സ്വകാര്യ ബസ്സുകൾക്കും ഓട്ടോ ടാക്സികൾക്കും ആശ്വാസ തീരുമാനവുമായി സർക്കാർ. വാഹന നികുതി അടയ്ക്കേണ്ട സമയം നീട്ടി. ഓട്ടോ ടാക്സികൾക്ക് ഓഗസ്റ്റ് 31 വരെ നികുതി ഇളവ്. സ്റ്റേജ് കാരിയേജ് വാഹനങ്ങൾക്കും ആനുകൂല്യം. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പരിപാടി കിട്ടാത്ത ആരും, അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ അവർക്ക് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ വ്യാപാരികൾക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടുന്നില്ല. ചെറുകിട വ്യാപാരികൾക്ക് അവിടെയും വ്യവസായ വകുപ്പുമായിട്ട് ചേർന്നിട്ട്, അല്ലെങ്കിൽ ഒരു നോഡൽ സംവിധാനം വേണമല്ലോ, വ്യവസായ വകുപ്പൊക്കെ ചേർന്നിട്ട് അവർക്ക് ഈ പലിശ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നതിനൊരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഈ കാര്യത്തിനകത്ത്, ഈ പറഞ്ഞ പദ്ധതിക്കകത്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. വ്യാപാരികൾക്ക് ആ പറഞ്ഞ കാര്യം നമുക്ക് ഇത് ചെയ്ത് അവരെ സഹായിക്കാൻ പറ്റും. ചെറുകിട വ്യാപാരികൾക്ക് 4% പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കും. ടേൺ ഓവർ കേസ് ഫയൽ ചെയ്യാനുള്ള സമയപരിധി നവംബർ 30 വരെ നീട്ടി. വായ്പ എടുത്തവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ ഇതിന് പരിഹാരം കാണണമെന്നും പ്രതിപക്ഷ നേതാവ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബാങ്കുകളുടെ യോഗം വിളിച്ചുകൂട്ടി ഈ കാലഘട്ടത്തിൽ ഒരു 6 മാസക്കാലത്തേക്ക് ഈ സിബിൽ റേറ്റിംഗ് സസ്പെൻഡ് ചെയ്യണമെന്ന് പറയണം. കാരണം സിബിൽ റേറ്റിംഗ് ഇപ്പൊ കേരളത്തിൽ കണക്കാക്കിയാൽ ഭാവിയിൽ ഒരാൾക്കും, ഒരു മലയാളിക്കും ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാത്ത സ്ഥിതി വരും. ക്രെഡിറ്റ് റേറ്റിംഗ് അവരുടെ പോകും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ സിബിൽ റേറ്റിംഗ് കണക്കാക്കുന്നത് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ സസ്പെൻഡ് ചെയ്യണം. മരച്ചീനിൽ നിന്ന് സ്പിരിറ്റ് എന്ന ആശയം കർഷക താൽപര്യം മുൻനിർത്തിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. നാളെ ധനവിനിയോഗ ബിൽ പാസാക്കി നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിയും. KSRTCയിലെ 100 കോടി രൂപയുടെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. ഗതാഗത മന്ത്രിയുടെ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ചു. ഫണ്ട് മാനേജ്മെന്റിലുണ്ടായ ഗുരുതരമായ ക്രമക്കേട് 2010 മുതൽ തുടങ്ങിയതാണെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. 2010 മുതൽ KSRTCയിൽ നിന്നും 100.75 കോടി രൂപ നഷ്ടമായെന്ന് KSRTCയുടെ ഓഡിറ്റ് റിപ്പോർട്ടിലും വ്യക്തമാണ്. ഇത് സംബന്ധിച്ച രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഗതാഗത മന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളി. പെട്രോളും ഡീസലും GST പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് പിന്തുണയ്ക്കില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇപ്പൊ തന്നെ ഉള്ള അവകാശങ്ങളെല്ലാം കൊടുത്തിട്ട് ഒന്നും പൈസ ഇങ്ങോട്ട് തരാതിരിക്കുക. ഇതൊക്കെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള നയമേ പറയാവുള്ളൂ. മുസ്ലിം ലീഗിനെ വേണമെങ്കിൽ അത് പറയാം. കോൺഗ്രസ് പാർട്ടി അങ്ങനെ പറയാൻ പാടില്ല. പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാം അങ്ങനെ വിട്ടുകൊടുക്കുക. നേരത്തെയുള്ള കണക്കിനേക്കാളും വ്യത്യാസമുണ്ട്. വിലവർധന ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല. ജനങ്ങളെ പിഴിയുന്നതിന് പങ്കുപറ്റുകയാണ് സംസ്ഥാന സർക്കാരെന്ന് പ്രതിപക്ഷം. വാഴ നനയുമ്പോൾ ചേന നനയെന്ന് പറഞ്ഞ മാതിരി നിങ്ങളുടെ ഖജനാവിലേക്ക് വരുന്നത് 12,000 കോടി രൂപയാണ്. 12,000 കോടി രൂപയാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്തെങ്കിലും അത് ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുകയാണ് സാർ. അതുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം എടുത്തുകളഞ്ഞ് വിലവർദ്ധനവിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. KSRTC ബസ്സുകൾ, മത്സ്യബന്ധനയാനങ്ങൾ, ഓട്ടോ ടാക്സി എന്നിവയ്ക്കുള്ള ഇന്ധന നികുതിയെങ്കിലും കുറയ്ക്കണമെന്നായിരുന്നു വി ഡി സതീശന്റെ ആവശ്യം. രാജ്യത്തെ പെട്രോളിനും ഡീസലിനും ഇന്നും വില കൂട്ടി. പെട്രോളിന് ഇന്ന് 25 പൈസയും ഡീസലിന് 27 പൈസയും വർദ്ധിപ്പിച്ചു. 37 ദിവസത്തിനിടെ 22 തവണയാണ് രാജ്യത്ത് ഇന്ധനവില കൂട്ടിയത്. പെട്രോളിന് 6 രൂപ 45 പൈസയും ഡീസലിന് 7 രൂപ 15 പൈസയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇന്ധനവില വർദ്ധിക്കുമെന്ന സൂചനയാണ് എണ്ണ കമ്പനികൾ നൽകുന്നത്. നമ്മളിപ്പോൾ ഓടാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. എപ്പോഴെങ്കിലാണ് ഒരു എയർപോർട്ടോ എന്തെങ്കിലും കിട്ടുന്നത്. അതിപ്പോൾ കൂടുതൽ ചാർജായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിളിക്കില്ല നമ്മളെ. ഗ്യാസിനും വില കൂടുതൽ, പെട്രോളിനും വില കൂടുതൽ, ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം ഇനി ഉണ്ടാവുമെന്ന് തോന്നണില്ല. ഇനി ഉണ്ടാവോ? എനിക്ക് തോന്നണില്ല. സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോണേ. വളരെ മോശമായ രീതിയിൽ വണ്ടിയൊന്നും കൊണ്ടുനടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോണേ. ഇന്ധനവില വർധനവിൽ രാജ്യത്ത് പ്രതിഷേധം ശക്തമായി. കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്കൊരുങ്ങി KPCC അധ്യക്ഷൻ. ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് മുതിർന്ന നേതാക്കളെ കണ്ട് പിന്തുണ ഉറപ്പാക്കി K സുധാകരൻ. KPCC ആസ്ഥാനത്തെത്തി മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തനിക്ക് സഹോദര തുല്യനെന്ന് K സുധാകരൻ. മുല്ലപ്പള്ളിയും ഞാനും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ആ ബന്ധമൊന്നും ആർക്കും വിച്ഛേദിക്കാൻ കഴിയുന്ന ബന്ധമല്ല. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നോടൊപ്പം ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും മുല്ലപ്പള്ളി ഉണ്ടാകും.
നിയമസഭാ മന്ദിരത്തിലെത്തി MLA-മാരെയും ഘടകകക്ഷി നേതാക്കളെയും കെ സുധാകരൻ സന്ദർശിച്ചു. കെ സുധാകരൻ ആശംസകൾ നേർന്ന മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്ററും പ്രതിപക്ഷ നേതാവിന്റെ ചേംബറിലെത്തി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല. എനിക്കറിയാം, ഈ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്ത് കേരളത്തിലെ കോൺഗ്രസിനെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ സുധാകരന് കഴിയുമെന്ന് മറ്റാരേക്കാൾ കൂടുതൽ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകണം, UDF ശക്തിപ്പെടണം. മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഫോണിൽ വിളിച്ച സോണിയാഗാന്ധി സംഘടനയിൽ നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ തേടി. അതൃപ്തരായ മുതിർന്ന നേതാക്കളുടെ നിലപാടും മുല്ലപ്പള്ളിയോട് ആരാഞ്ഞു. പുതിയ ടീമിന് ആശംസകൾ നേർന്ന കെ മുരളീധരൻ MP BJP-യാണ് മുഖ്യ ശത്രുവെന്ന് നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു. കോൺഗ്രസിലെ ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും കെ മുരളീധരൻ. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടുക, കഴിവുള്ള ആളുകളെ രംഗത്തേക്ക് കൊണ്ടുവരിക, ഗ്രൂപ്പിൻ്റെ അതിപ്രസരത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ 100% യോജിക്കുക. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമരം മാത്രമല്ല, കേന്ദ്ര നയങ്ങൾക്കെതിരായി അഖിലേന്ത്യാ തലത്തിലെ മുഖ്യശത്രു BJP-ക്കെതിരായുമുള്ള നീക്കങ്ങളുടെ നേതൃത്വം കോൺഗ്രസ്സാണ് ഏറ്റെടുക്കേണ്ടത്. തീർച്ചയായിട്ടും പുതിയ നേതൃത്വത്തിന് അതിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രസവ ചികിത്സ കിട്ടാതെ കോവിഡ് ബാധിതയായ ആദിവാസി സ്ത്രീയുടെ നവജാത ശിശു മരിച്ചെന്ന് പരാതി. സംഭവം പാലക്കാട് ജില്ലാ മാതൃശിശു ആശുപത്രിയിൽ. 7 മാസം ഗർഭിണിയായിരുന്ന യുവതിയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്നാണ് പരാതി. ശുചിമുറിയിലേക്ക് പോയ യുവതി തളർന്നു വീണു. ബന്ധുവായ സ്ത്രീയാണ് താങ്ങിയെടുത്ത് കിടക്കയിലേക്ക് മാറ്റിയത്. യുവതി പ്രസവിച്ചുവെങ്കിലും കുഞ്ഞു മരിച്ചു. അതെ, അവരാരും തിരിഞ്ഞു നോക്കണില്ല, ഒന്നും നോക്കണില്ലേ. ഇവള് പ്രസവ വേദന തുടങ്ങിയപ്പോഴേ ആരും വിളിച്ചാൽ വരണില്ല. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോവാണ്. അതുവരെ ആരും വന്നില്ല. വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട്. മതിയായ ചികിത്സാ സൗകര്യം നൽകിയിരുന്നുവെന്നും ആശുപത്രി അധികൃതർ. രാവിലെ ഡോക്ടർ നോക്കിയിട്ട് അവർക്ക് മരുന്ന് വെച്ച സാധാരണ പിന്നെ അത് തന്നെ പ്രസവിക്കുന്ന പോലെ തന്നെ പുറത്തേക്ക് വരികയും ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരിത് പറയുന്നത് ലേബർ റൂമിലല്ല എന്നാണ്. ലേബർ റൂം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൊറോണ പേഷ്യന്റുകൾ എടുക്കുന്നത് സാധാരണ ലേബർ റൂമിലല്ല, വേറൊരു സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലത്ത് കട്ടിലുകളും ലേബർ റൂമും ഓട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ്. അപ്പൊ അതിൽ തന്നെയാണ് കിടന്നിട്ട് പ്രസവിച്ചിട്ടുള്ളത്. സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പും പോലീസും അന്വേഷണം തുടങ്ങി. ലക്ഷദ്വീപിൽ മത്സ്യബന്ധന ബോട്ടുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേണമെന്ന ഉത്തരവ് പിൻവലിച്ച് അഡ്മിനിസ്ട്രേറ്റർ. നടപടി സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രഫുൽ ഖോഡ പട്ടേൽ വിവാദ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസം. ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ ദ്വീപ് നിവാസികളുടെ പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാനത്ത് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 40 ദിവസത്തേക്ക് കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് അനുമതിയില്ല. യന്ത്രവൽകൃത വള്ളങ്ങൾ പാലത്തിന്റെ സ്പാനുകൾ തമ്മിൽ ചങ്ങലയിട്ട് ബന്ധിപ്പിച്ചു. തീരദേശത്തെ എല്ലാ ഡീസൽ ബങ്കുകളും നിരോധനവേളയിൽ അടച്ചിടും. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാകും. ട്രോളിംഗ് നിരോധന കാലത്തിന് ശേഷം സർക്കാർ ഇന്ധന സബ്സിഡി നൽകണമെന്ന് ബോട്ടുടമകൾ. മറൈൻ ഫീൽഡിൽ 100 രൂപ ഡീസലിനായാൽ സാധാരണക്കാരന്മാർ കെട്ടുതാലിയും മറ്റുള്ളതെല്ലാം പണയം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ടാണ്. 100 രൂപ ഡീസൽ ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ ബോട്ട് പോകണമെങ്കിൽ, സാധാരണക്കാർ ചെറിയ 370 ബോട്ട് പോകണമെങ്കിൽ 30,000 രൂപ വേണം. ആ പ്രതിസന്ധിയിലേക്ക് പോയത് ഈ മറൈൻ ഫീൽഡ് പൊതുവെ ഇനി ഈ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. മറൈൻ ഫീൽഡ് തീർന്നിരിക്കുകയാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കും അനുമതി നൽകില്ലെന്ന് ഫിഷറീസ് മന്ത്രി. മത്സ്യസമ്പത്തിലുള്ള കുറവ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ മത്സ്യത്തൊഴിലാളികൾ. സംസ്ഥാനത്ത് കാലവർഷം 2 ദിവസത്തിനുള്ളിൽ സജീവമാകും. വെള്ളി മുതൽ ഞായർ വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, വെള്ളിയാഴ്ച 11 ജില്ലകളിലും ശനിയാഴ്ച 13 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത. വെള്ളി മുതൽ ഞായർ വരെ കേരള തീരത്തു നിന്നുള്ള മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചു. കേരള തീരത്ത് മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് ശുപാർശ. നടപടി ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്മേൽ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തത് റേഞ്ച് ഡിഐജി. കുട്ടികൾ കൂട്ടം കൂടിയിരുന്ന് ലഹരി ഉപയോഗിക്കുന്നുവെന്ന പ്രദേശവാസികളുടെ പരാതി തുടർന്ന് സംഭവസ്ഥലത്ത് എത്തിയെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ജാഗ്രത കാണിക്കാതിരുന്നത് വീഴ്ചയാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ വിലയിരുത്തൽ. റിപ്പോർട്ട് പരിശോധിച്ചു വരുന്നതായി ദക്ഷിണ മേഖല IG അറിയിച്ചു. സംസ്ഥാനത്ത് KSRTC ദീർഘദൂര സർവീസുകൾ തുടങ്ങി. ദേശീയപാത, സംസ്ഥാന പാതകൾ, MC റോഡ് എന്നിവ വഴിയാണ് ദീർഘദൂര സർവീസുകൾ തുടങ്ങിയത്. ആദ്യ ദിനം യാത്രക്കാർ കുറവായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു പോകാനും വരാനും വേണ്ടിയിട്ട്. സാമൂഹ്യ അകലം പാലിച്ച് മാക്സിമം ആൾക്കാരെ ഇരുത്തി മാത്രം യാത്ര ചെയ്യുക. റോഡിൻ്റെ ഈ തിരക്ക് കുറഞ്ഞ കാരണം സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ നേരത്തെ എത്താനാണ് സാധ്യത. നിരത്തുകളിൽ തിരക്ക് കുറവായതിനാൽ നിശ്ചിത സമയത്തിന് മുൻപേ ലക്ഷ്യസ്ഥാനത്ത് ഓടിയെത്താൻ കഴിയുമെന്ന് ഡ്രൈവർമാർ. യാത്രക്കാർ ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതണം. യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോകില്ല. എന്റെ KSRTC ആപ്പിലും കേരള സ്റ്റേറ്റ് RTC.com വെബ്സൈറ്റിലും വിശദാംശങ്ങൾ ലഭ്യമാണെന്ന് അധികൃതർ. ഓൺലൈൻ വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സെക്രട്ടറി തല കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്റർനെറ്റ് പ്രൊവൈഡർമാർ ഈടാക്കുന്ന സർവീസ് ചാർജ് സൗജന്യ നിരക്കിൽ നൽകണമെന്ന് അഭ്യർത്ഥിക്കും. ആദിവാസി കുട്ടികൾക്ക് പ്രഥമ പരിഗണന നൽകി എല്ലാവർക്കും ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ഊരടിസ്ഥാനത്തിൽ പഠിക്കാൻ സൗകര്യമൊരുക്കും. ഇതിനായി പ്രത്യേക നിധി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ യോഗം ചേരും. ഓൺലൈനായാകും യോഗം ചേരുക. കോൺഗ്രസ് നേതാവും രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനുമായ ജിതിൻ പ്രസാദ് BJPയിൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ജിതിൻ പ്രസാദ് BJP ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. ജനങ്ങളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കോൺഗ്രസ് വിടുന്നതെന്ന് ജിതിൻ പ്രസാദ്. अगर आप अपने लोगों के हितों की रक्षा नहीं कर सकते, उनके लिए काम नहीं आ सकते, तो आपका राजनीति और दल में रहने में क्या औचित्य? तो यही मेरे मन में, और चाहे वो देश हित हो, चाहे वो प्रदेश हो, चाहे वो जिला हो, अगर आप अपने लोगों के उपयोग नहीं आ सकते, उनके सहायता के लिए आप मौजूद नहीं हो सकते और आपके इस लायक नहीं हैं. കോൺഗ്രസ് നേതൃത്വത്തിലെ വിമത വിഭാഗം G23 അംഗമായ ബംഗാളിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയായിരുന്നു ജിതിൻ പ്രസാദ്. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കേന്ദ്രമന്ത്രിയായിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ 3 തലമുറകളുടെ പാരമ്പര്യമുള്ള ജിതിൻ പ്രസാദിയുടെ അച്ഛൻ ജിതേന്ദ്ര പ്രസാദ് രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു. അബുദാബി ജയിലിൽ നിന്നും മോചിതനായ തൃശൂർ സ്വദേശി ബെക്സ് കൃഷ്ണൻ നാട്ടിലെത്തി. 2012 അബുദാബി മുസഫയിൽ വെച്ചുണ്ടായ അപകടമാണ് തൃശൂർ നടവരമ്പ് സ്വദേശി ബെക്സിന്റെ ജീവിതം തടവറയ്ക്കുള്ളിലാക്കിയത്. വിരാമമായത് കുടുംബത്തിന്റെ 9 വർഷം നീണ്ട കാത്തിരിപ്പിന്. ഏറ്റവും കൂടുതൽ യൂസഫ് അലി സാറിൻ്റെ അടുത്ത് തന്നെ നന്ദി പറയുന്നത്. അദ്ദേഹമാണ് എല്ലാ കാര്യം ചെയ്ത്. അദ്ദേഹം ഇടപെട്ട് എന്തെങ്കിലും കാര്യം UAE എനിക്കറിയാം, ഇടപെട്ട് കഴിഞ്ഞാൽ അത് എന്തായാലും ക്ലിയർ ആവും. എന്നുവെച്ചാൽ അത്ര റെസ്പെക്ട് UAE ഗവൺമെൻറ് അവർക്ക് ആൾക്ക് കൊടുക്കുന്നുണ്ട്. അബുദാബി ജയിലിലായിരുന്ന ബെക്സ് കൃഷ്ണന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ ഇടപെടലാണ് തുണയായത്. അപ്പോൾ ഒരു ജീവിതം നമ്മൾക്ക് കാശ് കൊണ്ട് മേടിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നമ്മൾ സഹായിച്ചാൽ അദ്ദേഹത്തിന് ആ ജീവിതം, ആ ബെക്സ് കൃഷ്ണൻ ആ ജീവിതം കിട്ടിയല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ. അതിൽ കാശെല്ലാം അല്ലല്ലോ, ലോകത്തിൽ കാശ് കൊണ്ട് സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യാം. അത് ദൈവത്തിന് മാത്രം ദൈവത്തിനോട് മുന്നിൽ ദൈവത്തിനോട് മാത്രം പറയുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. അങ്ങനെയൊരു സന്ദർഭം നമുക്കുണ്ടാക്കി തന്നത് ദൈവമാണ്. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകിയാണ് മോചനം സാധ്യമാക്കിയത്. ബെക്സ് കൃഷ്ണന് ജോലി നൽകുമെന്നും MA യൂസഫ് അലി. അദ്ദേഹത്തിന് സുഖകരമായൊരു ജീവിതം ഞാൻ ആശംസിക്കുന്നു. ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്ക് ഇനി ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് പോയി ജോലി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും. UAE അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം. നെല്ലുൾപ്പെടെയുള്ള ഖാരിഫ് വിളകളുടെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. തെങ്ങിന്റെ താങ്ങുവില ക്വിന്റലിന് 1868 രൂപയിൽ നിന്നും 1940 രൂപയായി ഉയർത്തി. 72 രൂപയുടെ വർധനയാണ് നെല്ലിന് പുതിയ സീസണിൽ ലഭിക്കുക. എള്ളിന് 452 രൂപ, തുവരപ്പരിപ്പ്, ഉഴുന്നു തുടങ്ങിയവയ്ക്ക് 300 രൂപ എന്നിങ്ങനെയാണ് ക്വിന്റലിന് കൂട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ ധനകാര്യ സമിതിയാണ് താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. കർഷക പ്രക്ഷോഭം ശക്തമായി തുടരുമ്പോഴാണ് താങ്ങുവില വർദ്ധിപ്പിച്ച് കർഷകരെ കൂടെ നിർത്താനുള്ള കേന്ദ്ര നീക്കം.
കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ വിദേശത്തേക്ക് മുങ്ങിയ പ്രതികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു പോലീസ്. കേസിലെ 5-6 പ്രതികളായ നിസാം, സലി, ഡോക്ടർ അജാസ് എന്നിവരെ നാട്ടിലെത്തിക്കാനാണ് നീക്കം. മുഖ്യ സൂത്രധാരന്മാർ എന്ന് പോലീസ് സംശയിക്കുന്ന കാസർഗോഡ് സ്വദേശി ജിയ, മംഗലപുരം സ്വദേശി ഗുലാം എന്നിവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങി. കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികളെ അന്വേഷണ സംഘം ഉടൻ പിടികൂടും. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ രവി പൂജാരിയെ പരപ്പന അഗ്രഹാര ജയിലിൽ എത്തിച്ചു. തിരുവനന്തപുരം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ വീണ്ടും അറസ്റ്റ്. കേസിലെ മുഖ്യ സൂത്രധാരൻ KT രമേശിന്റെ സഹായി മൻസൂറാണ് അറസ്റ്റിലായത്. ദുബായിൽ നിന്നും നാടുകടത്തിയാളെ NIA കൊച്ചി യൂണിറ്റാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കേസിൽ പ്രതി KT രമേശിന്റെ കൊഫോഫോസ കരുതൽ തടങ്കൽ ഹൈക്കോടതി ശരിവെച്ചു. തടങ്കൽ ഉത്തരവ് റദ്ദാക്കി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി ജസ്റ്റിസുമാരായ ജയശങ്കർ നമ്പ്യാർ, ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളി. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച കരുതൽ തടങ്കൽ ഉത്തരവിൽ ന്യൂനതകളില്ലെന്ന് കോടതി. കേസിൽ കരുതൽ തടങ്കലിലായ മറ്റു പ്രതികൾ സമർപ്പിച്ച ഹർജികൾ ഉടൻ പരിഗണിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കർണാടക ഹൈക്കോടതി വീണ്ടും മാറ്റിവെച്ചു. ഇഡിക്ക് വേണ്ടി വാദിക്കുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു കോവിഡ് ബാധിച്ചതിനാൽ ഇത്തവണയും ഹാജരായില്ല. ജാമ്യാപേക്ഷ അടുത്ത ബുധനാഴ്ച പരിഗണിക്കും. 8ാം തവണയാണ് ബിനീഷിന്റെ ജാമ്യാപേക്ഷ കോടതി മാറ്റിവെക്കുന്നത്. ബിനീഷിന്റെ അക്കൗണ്ടിലെത്തിയ 5 കോടിയിലധികം രൂപയുടെ ഉറവിടം ഏതെന്ന് വ്യക്തമാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ബിനീഷിന്റെ അഭിഭാഷകൻ നൽകിയ വിശദീകരണത്തിൽ മറുപടി നൽകാൻ EDയോടും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ED കാര്യത്തിൽ മറുപടി നൽകും. ബിനീഷ് അറസ്റ്റിലായിട്ട് 7 മാസത്തിലേറെ. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാകുന്നു. നമസ്കാരം.